നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും മലമ്പുഴ സർവീസ് സഹകരണ ബാങ്കിൻ്റെ വിഷു ആശംസ. മലമ്പുഴ സർവീസ് സഹകരണ ബാങ്ക് ഈ വിഷുവോടനുബന്ധിച്ച് ആളുകൾക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ, മിതമായ നിരക്കിൽ പടക്കം എത്തിക്കുക ഉദ്ദേശത്തോടു കൂടി ശിവകാശിയിൽ നിന്ന് നേരിട്ട് പടക്കം ഇറക്കി ചുരുങ്ങിയ വിലയ്ക്ക് നല്ല മേൽത്തരം പടക്ക കമ്പനികളുടെ പടക്കങ്ങളാണ് ഇവിടെ വിൽപ്പന നടത്തുന്നത്. അതോടനുബന്ധിച്ച് കുടുംബശ്രീയുടെ ചന്തയും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ആളുകളും സൗകര്യപ്രദമായ രീതിക്ക് പടക്കം മറ്റ് സാധനങ്ങളും വാങ്ങി വിഷു നല്ല രീതിക്ക് ആഘോഷിക്കാൻ വേണ്ടി ബാങ്കിൻ്റെ വക താല്പര്യപ്പെടുകയാണ്. എല്ലാ മലമ്പുഴ സർവീസ് സഹകരണ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ വിഷുവിനോടനുബന്ധിച്ച് പടക്ക വിപണി ആരംഭിച്ചു. ചൂടേറിയ ഈ കാലഘട്ടത്തിൽ മലമ്പുഴയിൽ നിന്നും പാലക്കാട് ടൗണിലേക്ക് പോയി പടക്കം വാങ്ങി വരിക എന്നുള്ളത് മലമ്പുഴ ജനങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു സംരംഭം തുടങ്ങിയതെന്ന് സെക്രട്ടറി പറഞ്ഞു. എന്തായാലും ഇത് വളരെ ഉപകാരപ്രദമാണ്. പണി വെക്കുമ്പോ കർപ്പൂരം ചന്ദനത്തിരിയൊക്കെ വേണമല്ലോ. അതാണ്, അതൊക്കെ ആവശ്യമുണ്ടല്ലോ. ഒരെണ്ണം കൂടുതൽ വാങ്ങിയാലും കുഴപ്പമൊന്നുമില്ല, വെക്കാലോ. പച്ച പോലെ കണ്ടോ, അപ്പൊ അതിനേക്കാൾ ഭംഗിയുള്ളത് കൊടുത്ത് കൊടുത്താ അത് മതി. പൊട്ടിയാ നമ്മുടെ കുടുംബശ്രീയുടെ വിഷു ചന്തയാണ് നമ്മളിവിടെ നടത്തുന്നത്. നമ്മുടെ 3 ദിവസങ്ങളിലായിട്ടാണ് നമ്മുടെ വിഷു ചന്ത കുടുംബശ്രീയുടെ ചെയ്യുന്നത്. ഇത് നമ്മുടെ കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങളും കുടുംബശ്രീക്കാര് പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്ന പച്ചക്കറികളും നമ്മുടെ വിലക്കുറവില്, മറ്റ് വിപണിയിലുള്ളതിനേക്കാളും വിലക്കുറവില് നമ്മുടെ കുടുംബശ്രീ ആളുകൾക്കും പൊതുജനങ്ങൾക്കും ഒരു ആശ്വാസകരമായ വിലക്കയറ്റത്തിന് ഒരു ആശ്വാസകരമായ രീതിയിലാണ് നമ്മൾ ഈ ഇത്തരത്തിലുള്ള വിഷുചന്തകളൊക്കെ നടത്തുന്നത്. ഞങ്ങൾക്ക് എന്തായാലും എല്ലാ വർഷവും നടത്തുന്നത് തന്നെയാണ്. അപ്പൊ ഞങ്ങൾക്ക് നല്ല കച്ചവടം കിട്ടും എന്നാണ് പ്രതീക്ഷ. ഇന്നലെ തുടങ്ങിയതാണ്. ഇന്നും നാളെയും കൂടിയാണ് നമ്മുടെ ഈ വിഷുചന്ത നടത്തുന്നത്. അത് നമ്മളിപ്പോ കോഓപ്പറേറ്റീവ് ബാങ്കുമായി സഹകരിച്ചിട്ടാണ് ചെയ്യുന്നത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം നമ്മുടെ പഞ്ചായത്തിന്റെ പരിധിയിൽ തന്നെയാണ് നടത്തുന്നത്. നമുക്ക് 3 ദിവസങ്ങളിലായിട്ട് കച്ചവടം ഒരുപാട് സെയിലാണ് നിലവിൽ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ ഈ വർഷവും നമുക്ക് ഒരുപാട് സെയിൽ ഉണ്ടാകും എന്ന്. പച്ചക്കറിയൊക്കെ നമ്മള് കുടുംബശ്രീയുടെ അവര് പാട്ടത്തിനകത്ത് കൃഷി ചെയ്യുന്ന ആളുകളിൽ നിന്ന് നമ്മൾ ശേഖരിച്ചിട്ടാണ് നമ്മളവിടെ ചെയ്യുന്നത്. അതുപോലെ ഈ ഉൽപ്പന്നങ്ങളെല്ലാം ഓരോ കുടുംബശ്രീക്കാർ ചെയ്യുന്ന ഉൽപ്പന്നങ്ങളാണ് നമ്മളെ കുടുംബശ്രീ ഉൽപ്പന്നങ്ങളായിട്ട് ഇവിടെ വെച്ചിട്ടുള്ളത്.